ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഗൈസ്, അപ്പം നമ്മൾ രാവിലെ തന്നെ ഇറങ്ങിയിരിക്കുക കേട്ടോ. നമുക്ക് നമ്മുടെ പൾസർ എടുത്തിട്ട് എന്തായാലും പുറത്തേക്കൊക്കെ ഒന്ന് പോവാം. പുറത്തേക്ക് നല്ല ചേട്ടൻ്റെ വീട്ടിലേക്കൊന്ന് പോകണം കേട്ടോ. ചേട്ടൻ വിളിച്ചിരുന്നു. നമ്മൾ ചേട്ടൻ്റെ ഒരു പുതിയ വണ്ടി എടുത്ത് കൊടുക്കാൻ പോവാണ്. ചേട്ടൻ്റെ കയ്യിൽ അധികം വണ്ടിയൊന്നും ഉണ്ടായിരുന്നില്ല ഗൈസ്. സോ നമുക്കിന്ന് ചേട്ടനൊരു പുതിയ വണ്ടി എടുത്ത് കൊടുക്കാം. ചേട്ടാ, ഇങ്ങോട്ട് ഇറങ്ങി വാ, ഞാൻ എന്താ വന്നിരിക്കുക. ആ, നീ വന്നോ? ഇന്നെങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്? ചേട്ടന് ഇതുവരെ വണ്ടിയൊന്നും ഇല്ലല്ലോ. ഏയ്, എനിക്ക് വണ്ടിയൊന്നുമില്ല. ഞാൻ ഇന്ന് ചേട്ടന് വണ്ടി മേടിച്ചു തരാൻ പോവാം. ശരിക്കും? സത്യം? ആ ചേട്ടാ, ഇതാ നമ്മൾ ഷോറൂമിൽ എത്തിയിട്ടുണ്ട്. ചേട്ടാ, വണ്ടികളൊന്നുമില്ല ഇവിടെ? ഏയ്, ഇവിടെ വണ്ടികളൊന്നുമില്ല. ആ ശശിയുടെ കടയിൽ പോയി ചോദിച്ചാൽ അറിയാം. കടയല്ലടൂ, ശശി എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുടെ ഒരു ഷോറൂം ഉണ്ട്, അവിടെ പോയി ചോദിച്ചാൽ മതി. ഞാൻ ലൊക്കേഷൻ അയച്ചിട്ടുണ്ട്, അങ്ങോട്ടേക്ക് പോയിട്ട് ചോദിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അവിടെ വണ്ടികളൊക്കെ കാണാൻ പറ്റും. അതിൽ നിന്ന് ഇഷ്ടമുള്ള വണ്ടി എടുക്കാം. ആ, ഓക്കെ ചേട്ടാ. ഗൈസ്, നമുക്ക് നോക്കാം. ആ ഗൈസ്, ലൊക്കേഷനും കിട്ടിയിട്ടുണ്ട്. ആ ചേട്ടാ, ലൊക്കേഷൻ ഇട്ടിട്ടുണ്ട്. ആ, എന്നാൽ ശരി. ഗൈസ്, നമുക്ക് ലൊക്കേഷൻ കിട്ടി. ഇനി എന്തായാലും അങ്ങോട്ടേക്ക് പെട്ടച്ച് വിടട്ടോ. ചേട്ടന് വണ്ടി മേടിച്ചെടുക്കാനുള്ള തിരക്കുണ്ടല്ലോ. എനിക്ക് വണ്ടി മേടിച്ചു തരാനോ നീ ഇങ്ങനെ തിരക്ക് കൂട്ടുന്നത്? എന്താ ചേട്ടാ, ചേട്ടന് വണ്ടിയില്ലല്ലോ. ഗൈസ്, നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഓ ഗൈസ്, അടിപൊളി 3 സൂപ്പർ വണ്ടികളുണ്ട് കേട്ടോ. നമുക്ക് ചേട്ടനോട് ചോദിക്കാം. ചേട്ടാ, ഏതാ വേണ്ടേ? തന്നെ അല്ലോടാ ഞാൻ നേരത്തെ കണ്ടത്. ആ, ഞാൻ തന്നെയാ ശശി, വേറെ ആരുമില്ല. ഞാനേ മാനേജറാ ആ ഷോറൂമിലെ. അവിടുത്തെ വണ്ടികളൊക്കെ ഇവിടെ കൊണ്ടുവന്ന് ഞാൻ വിൽക്കും. എനിക്ക് ലാഭമല്ലോ. ഓ, തൻ്റെ ഐഡിയ ഒക്കെ കൊള്ളാം. ഏത് വണ്ടിയാണ് വേണ്ടത്? ചേട്ടാ, ഏത് വണ്ടിയാണ് വേണ്ടത്? ആ ലംബോർഗിനി ഉറൂസ് മതിയടാ മോനെ. ആ ചേട്ടാ, എൻ്റെ ചേട്ടന് ലംബോർഗിനി ഉറൂസ് മതിയായിരുന്നു. അടിപൊളിയാണല്ലോ കാണാൻ. ആ, ഇതിൻ്റെ ഒരു 5 കോടിയൊക്കെ ഉണ്ട്. എങ്ങനെയാണ്? ജീപ്പേ ആണ്, ഞാൻ ജീപ്പേ അയക്കാം. ആ, നമ്പർ പറ. ആ, ഒരു കുറച്ച് വലിയ നമ്പറാ. എന്നാ പിടിച്ചോ, ഞാൻ എഴുതി തരാം. ഇതെന്ത് നമ്പറാണോ? ഇതൊക്കെ ഒരു നമ്പറാടേ. സേഫ്റ്റി. ഗൈസ്, അപ്പം നമ്മൾ എന്തായാലും ഇയാൾക്ക് പൈസ ഒക്കെ അയച്ചെടുത്തിട്ടുണ്ട്. എന്നാൽ ശരി ചേട്ടാ. ഗൈസ്, അയാൾ പറഞ്ഞു നമ്മുടെ വീട്ടിലേക്ക് അവർ തന്നെ ഡെലിവറി ചെയ്ത് തരുന്നു. സോ നമുക്ക് എന്തായാലും വേഗം പോകാം ഗൈസ്. നമ്മൾക്ക് ഇനി ചേട്ടൻ്റെ വീട്ടിലൊക്കെ ആക്കണം. ചേട്ടനും ഞാനും വേറെ വേറെ വീട്ടിലാണ് താമസിക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയാലോ. അതുകൊണ്ട് നമുക്ക് ചേട്ടൻ്റെ വീട്ടിലാക്കാം. എന്നിട്ട് ചേട്ടനൊന്ന് ഡ്രസ്സൊക്കെ മാറി ഒന്ന് റെഡി ആയിട്ടൊന്ന് കുളിച്ചിട്ടൊക്കെ. ആടാ, അത് 2 മണിക്കൂറിനുള്ളിൽ ഡെലിവറി ആവും. ആ, എന്നാൽ ഞാൻ പോയിട്ടൊന്ന് ഫ്രഷ് ആവട്ടെ കേട്ടോ ഫ്രാങ്കിലേ. ആ ചേട്ടാ, അതാ വണ്ടി വന്നിട്ടുണ്ട്, വേഗം വാ ചേട്ടാ. ആ, അതാ വന്നു. ഓ, എൻ്റെ കൂലിയൊക്കെ കഴിഞ്ഞു. എവിടെയാ വണ്ടി? ദാ ചേട്ടാ, നമ്മുടെ ഇവിടെ തന്നെ ഉണ്ടല്ലോ. ആ, പൊളി സാധനം. നമുക്ക് പോവാ, ഒന്ന് റൈഡ് അടിച്ചിട്ട് വരടാ. ആ, പിന്നെ ഞാൻ എപ്പോഴേ റെഡി. ഗൈസ്, ചേട്ടൻ വണ്ടി ഓടിക്കട്ടോ. എങ്ങനെയുണ്ട് ചേട്ടാ വണ്ടി? പൊളി സാധനം. ഗൈസ്, നിങ്ങൾക്ക് ഈ വണ്ടി ഇഷ്ടപ്പെട്ടോ? ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വണ്ടി ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂട്ടോ. ആ, നമുക്ക് എന്തായാലും പോവാ. ചേട്ടാ, എന്തേ കാണിക്കുന്നേ? അതൊക്കെ ഞാൻ കാണിച്ചുതരാം. പ്രോ റൈഡറാടാ ഞാൻ. ചേട്ടാ, ഇതുപോലെ ഞാൻ എല്ലായിടത്തും മെയിൻ ആവരില്ല. എനിക്ക് കിട്ടിയിട്ടുണ്ട്. ചേട്ടനാടാ നിൻ്റെ ചേട്ടൻ. ചേട്ടാ, ഇത് എന്തുവാ ചേട്ടാ, വണ്ടി ഇടിച്ചു പോലും ഇല്ലല്ലോ. അതല്ലേടാ പറഞ്ഞു, ഞാൻ പ്രോ റൈഡറാന്ന്. നീ എൻ്റെ കോപ്പി അടിച്ചതല്ലേ? ചേട്ടാ അവിടുന്ന്. അല്ല പിന്നെ വണ്ടി എടുത്തപ്പോൾ അഹങ്കാരം കൂടിയോ? അല്ലെങ്കിലും എനിക്ക് സ്വന്തമായിട്ട് വണ്ടി എടുക്കാത്തതുകൊണ്ടാ. പിന്നെ ചേട്ടന് പൊട്ട വണ്ടിയല്ലേ എടുക്കാറുള്ളൂ. എന്നാൽ ശരി ചേട്ടാ, ഞാൻ പോട്ടെ. ആ ശരി, പിന്നെ കാണാം ഫ്രാങ്ക്ലിയെ. നോക്കിപ്പോടാ. ആ ചേട്ടാ. ഗൈസ്, നമ്മളെന്തായാലും ചേട്ടന് വീട്ടിലാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാം ഗൈസ്. നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. നല്ല ക്ഷീണം, കിടന്നുറങ്ങാം. ഗൈസ്, രാത്രിയുണ്ട്. നമ്മൾ രാവിലെ കിടന്നുറങ്ങിയിട്ട് ഇപ്പോൾ രാത്രിയുണ്ട്. ആരെ വിളിക്കണ് ഗൈസ്? ചേട്ടനാണല്ലോ ഗൈസ്. ആ, ഹലോ ചേട്ടാ, എന്താ? എടാ ഫ്രാങ്ക്ലി, ഒന്ന് അത്യാവശ്യമായിട്ട് വീട്ടിലേക്ക് വാ. എന്താ ചേട്ടാ കാര്യം? ഫ്രാങ്ക്ലി, എൻ്റെ വണ്ടി ആരോ കൊണ്ടുപോയടാ. ആരോ എൻ്റെ വണ്ടി മോഷ്ടിച്ചു. വേഗം വാ ഫ്രാങ്ക്ലി. ആ ചേട്ടാ. ഗൈസ്, ചേട്ടൻ പറഞ്ഞത് ചേട്ടൻ്റെ ആ ലംബോർഗിനി ഉറൂസില്ലേ, നമ്മുടെ ആ ഒരു റെയിൻബോ RGB ഒക്കെ കത്തിയുന്ന വണ്ടി, ആ വണ്ടി ആരോ അടിച്ചു മാറ്റിയെന്നാണ് ചേട്ടൻ പറയണേ. നമുക്ക് വീട്ടിലേക്ക് വേഗം പോവാം. ഗൈസ്, നമ്മൾ ചേട്ടൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും വണ്ടി നിർത്താം. ചേട്ടാ, ഞാൻ എന്താ വന്നു. ഫ്രാങ്ക്ലിനെ വന്നോ? എടാ, എന്താ സംഭവിച്ചു ചേട്ടാ? അതെ, ഞാൻ വണ്ടി കിട്ടിയ സന്തോഷത്തിൽ പാർട്ടിയൊക്കെ വെച്ചിരുന്നു. എടാ തെണ്ടി, നീ എന്നിട്ട് എന്നെ വിളിച്ചില്ലല്ലോ. എൻ്റെ ആരൊക്കെയാണ് വന്നിന്ന്? ഓഫീസിലെല്ലാവരും ഉണ്ടായിരുന്നു. മാനേജർ, അക്കൗണ്ടൻറ്റ് ആൻഡ് നമ്മുടെ മുതലാളി, ഇവരൊക്കെ ഉണ്ടായിരുന്നു. ഇവരൊക്കെ വിളിച്ചു. പിന്നെ നിൻ്റെ ഓഫീസിലെ ഫ്രണ്ട്സിനെ വിളിച്ചോ? ആ, അവരൊക്കെ വിളിച്ചു. എന്നിട്ട് എന്നെ മാത്രം വിളിച്ചില്ല. അതല്ലല്ലോ ഇപ്പോൾ ഇവിടുത്തെ വിഷയം. എൻ്റെ വണ്ടി ആര് കൊണ്ടുപോയി എന്നല്ലേ വിഷയം.
ഓരോരുത്തർ വിളിച്ച് വണ്ടി കാണിച്ചു കൊടുക്കുമ്പോ ആലോചിക്കണിരുന്നു, എടാ വണ്ടി മേടിച്ച സന്തോഷത്തിന് ഞാൻ ചെയ്തതാണെടാ, എന്നോട് ക്ഷമിക്കും നീ. ഓ നിന്റെ അടുത്ത് ഇനി ക്ഷമിച്ചും കൂടെ തരാം. നമുക്കിനി വണ്ടി തപ്പി ഇറങ്ങാം. രാത്രി ഉറങ്ങേണ്ട സമയം, എനിക്ക് നല്ല ഉറക്കം വരുന്നത്. നീ അവിടെ കിടന്ന് ഉറങ്ങിക്കോ, നിനക്ക് വണ്ടീൻ്റെ ഒരു വിചാരമില്ലല്ലോ. എടാ അത് നോക്ക്, ഇവനാണ് നമ്മുടെ വണ്ടി മോഷിച്ച്. ആര്? ഇങ്ങോട്ട് നോക്ക്, ഇതാ ഇവൻ തന്നെ. മാനേജർ സാറോ? ആ ഇത് നിന്റെ മാനേജറാണോ? ആ അതെ, ഇതെൻ്റെ മാനേജർ തന്നെയാണ്. എടാ സോറി, എനിക്ക് ഈ വണ്ടി കണ്ടപ്പോൾ ഇങ്ങോട്ട് ഇഷ്ടമായി. പക്ഷെ നിന്റെ വണ്ടി ആണെന്നൊന്നും ഞാൻ നോക്കിയില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ ഞാനതങ്ങ് എടുത്തു. എന്നോട് ക്ഷമിക്കടാ, ഞാൻ ഈ വണ്ടി തന്നിട്ട് പോയേക്കാം. സാമി അങ്ങനെ അങ്ങ് പോയാലോ? സാമിയല്ല, എൻ്റെ പേര് പീറ്റർ എന്നാണ്. എടാ പീറ്ററേ, മര്യാദക്ക് വണ്ടി തന്നു. പീറ്ററിൻ്റെ അടുത്ത് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും മക്കളെ. എടാ പീറ്ററേ, ഞാനാണ് ഈ വണ്ടി ചേട്ടനെ വിളിച്ചത്. ഗായ്സ്, നമ്മൾ പീറ്ററിനെ കൊന്നിട്ടുണ്ട്. അയ്യോ നീ എന്താ കാണിച്ച? എൻ്റെ മാനേജറാണത്. ഇതെൻ്റെ തലക്കാ വരിക, നിൻ്റെ തലക്കല്ല. ആരെ തലക്ക് വന്നാലും ഞാനങ്ങ് സഹിച്ചോളാം. എടാ മഹാബാബി, നീ എന്താണ് ചെയ്തത്? എൻ്റെ വണ്ടിയും പോയി. ഗായ്സ്, വീഡിയോ എൻ്റെ പേര് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ്. ഗുഡ് ബൈ.